വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മൾ 7ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രിക് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്നുള്ള പാഠത്തിന്റെ പാർട്ട് 6 പോവുകയാണ്. ഇപ്പൊ നമ്മള് പാർട്ട് 6 പഠിക്കാൻ പോകുന്നത് സേഫ്റ്റി ഡിവൈസസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് കുറച്ച് ഇലക്ട്രിക് ബൾബ് ഈസ് യൂസ്ഡ് ടു ലൈറ്റ് ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഗീവ്സ് ഹീറ്റ്. അപ്പൊ നമ്മുടെ സാധാരണ ബൾബുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? നല്ല ചൂടാണല്ലോ. നമുക്ക് പ്രകാശം തരും, പക്ഷേ നമുക്ക് ചൂട്. അപ്പൊ ഈ ചൂട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് പ്രകാശത്തിനോടൊപ്പം തന്നെ വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്ന നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയാണ്. അത് നമുക്ക് നമ്മുടെ മീറ്റർ റീഡ് ചെയ്യുന്നതാണ്. അത് നഷ്ടമാണ്. ഇവിടെ താഴെ പറയുന്നുണ്ട്, ദിസ് വേസ്റ്റേജ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ഫ്ലൂറസെന്റ് ട്യൂബ് ലൈറ്റ്സ് ടു പ്ലേസ് ദ ബൾബ്സ്. ഇപ്പോൾ സാധാ ബൾബുകളൊക്കെ മാറ്റി LED ട്യൂബുകളാക്കുക, അല്ലെങ്കിൽ സാധാ ട്യൂബ് ലൈറ്റൊക്കെ ഇതിപ്പോ ഈ കാണുന്ന പടമൊക്കെ ഇത്തിരി ഔട്ട് ഓഫ് ഫാഷൻ ആണ്. CFLൊക്കെ നമ്മൾ നിർത്തി കഴിഞ്ഞു. LED ട്യൂബുകളും LED ബൾബുകളും ആക്കി മാറ്റുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂട് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വേസ്റ്റ് ആവുന്ന എനർജി നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കഴിയും. അതുപോലെ however, before buying bulbs or tubes or CFL, look at the ISA mark of the Bureau of Indian Standards. In fact, therefore, buying electrical appliances, look at the mark, its ISA mark ensures that they apply safe and wastage energy in minimum. അപ്പൊ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന നല്ല കമ്പനി സാധനങ്ങൾ വാങ്ങിക്കുക. അതിനകത്ത് ISA മാർക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ സിമ്പിളോ സീലോ ഒക്കെ അതിനകത്ത് ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിക്കുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ മറ്റേത് ഉപയോഗിച്ചവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. എങ്ങനെ തന്നെ ആയാലും നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ എനർജി സേവ് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഈ എനർജി സേവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിസിറ്റി ലാഭിക്കുക എന്നത് മാത്രമല്ല, ടോട്ടലി നമ്മുടെ ഇലക്ട്രിസിറ്റി ഷോർട്ടേജിനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സേഫ്റ്റി ഡിവൈസ് ആണ്. വാട്ട് ഈസ് എ ഫ്യൂസ്? എന്താണ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയുന്നത് നാരോ എൻഡ്സ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കാൾഡ് ഫ്യൂസ്. ഫ്യൂസ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫ്രം ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. അപ്പൊ ദ നാരോ എൻഡ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതായത് ഒരു സർക്യൂട്ടിനകത്ത് ഒരു പോകുന്ന വയറിങ്ങിനകത്ത് പോകുന്ന രണ്ട് എൻഡുകൾക്കിടയ്ക്ക്, അതായത് ഒരു വയറിങ്ങിന്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് വരുന്ന ഏറ്റവും കനം കുറഞ്ഞ ഭാഗമാണ് ഫ്യൂസ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ ഫ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫ്യൂസ് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഫ്രം ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. നമ്മൾ ഓവറായിട്ടുള്ള ലോഡ് ഉപയോഗിക്കുകയോ അതുമൂലം നമ്മുടെ ഇൻസ്റ്റലേഷൻ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകൾ തമ്മിൽ ഈ വയറിങ് ഈ നമ്മുടെ സപ്ലൈ സോഴ്സുകൾ തമ്മിലൊക്കെ തട്ടി ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടുകൾ വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വയറിങ്ങിനും ഇൻസ്റ്റലേഷനൊക്കെ ഒരു അപകടങ്ങൾ സംഭവിക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്യൂസ് എന്നുള്ള രണ്ട് ടൈപ്പ് ഉണ്ട്. നോൺ റീവയറബിളും ഉണ്ട്, റീവയറബിൾ ഫ്യൂസും ഉണ്ട്. അപ്പൊ റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന പടമാണ്. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ സാധാരണ ഇരിക്കുന്ന സാധനമാണ്. അതിന്റെ മുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കാരിയർ എന്നും ബേസ് എന്നും പറഞ്ഞ്. ആ ബേസിന്റെ ഒരു സൈഡിൽ ഞാൻ ആരോഗ്യ ഇൻപുട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ഔട്ട്പുട്ട് എന്ന് കാണിച്ചു. അപ്പൊ ഇൻപുട്ടിൽ സപ്ലൈ കൊണ്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് സപ്ലൈ എടുക്കുക. അപ്പൊ അതാണ് ബേസ്. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോഴും ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ബന്ധമില്ല. അപ്പൊ ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന കാരിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ടെർമിനലുകളിൽ നമ്മൾ ഫ്യൂസ് വയർ കൊണ്ട് ബന്ധിപ്പിച്ച ശേഷം കണക്ട് ചെയ്തിട്ട് അത് ഇതിനകത്തേക്ക് ബേസിനകത്തേക്ക് കുത്തി ഇറക്കുമ്പോൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ഷൻ വരികയും ഈ വയറാണ് ആ നാരോ എൻഡ് എന്ന് പറയുന്നത്. ആ എൻഡിലൂടെ സപ്ലൈ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂസ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ വന്നു കഴിഞ്ഞാൽ, ഈ കാരിയറിനകത്തിരിക്കുന്ന ഫ്യൂസ് വയച്ചപ്പോഴേ ബേണായി നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡിലെ നോൺ റീവയറബിൾ ഫ്യൂസ്. നമ്മുടെയൊക്കെ ചില എക്യുപ്മെന്റുകളിനകത്തൊക്കെ വരുന്ന സാധനമാണിത്. അപ്പോ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീവെയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ഗ്ലാസ് ഫിൽഡ് ആണ്. അപ്പൊ ആ ഗ്ലാസിനകത്താണ് നമ്മുടെ ഫ്യൂസ് വേറെ ഇരിക്കും. എന്തെങ്കിലും സംഭവിച്ചാൽ പുതിയത് വാങ്ങി ഇടുക എന്നുള്ളതല്ലാതെ ഇവിടെ വേറെ യാതൊരുവിധ ഉപയോഗവും ഇതിനകത്ത് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ MCB ആൻഡ് ഫ്യൂസ് ആണ്. MCBയും ഫ്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
അപ്പൊ നമുക്കിവിടെ നോക്കാം. ആദ്യം നമ്മുടെ ആ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുന്നത് MCB എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനമാണ്. ഫ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുമാണ്. അപ്പൊ നമുക്ക് ഈ ഫ്യൂസും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ആദ്യം പിക്ചറിലേക്ക് നോക്കുക, ഇമേജിലേക്ക് നോക്കുക. MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ കാണുന്ന സാധനമാണ്. അതിനകത്ത് എന്താണ് അതിന്റെ ഒരു കണക്ഷൻ ഡയഗ്രം കാണുമ്പോൾ അറിയാം. സപ്ലൈ നേരെ ലൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോയിലിലേക്കാണ് പോകുന്നത്. ആ കോയിലിനകത്തൊരു ടെർമിനൽ കോണ്ടാക്ടർ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ, ഓവർലോഡോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്നെ കട്ടായി മാറിയിട്ട് ഇതിലേക്കുള്ള സപ്ലൈയെ വിച്ഛേദിക്കും. അപ്പൊ ഇതാണ് എന്താണ് MCB അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് എന്താണ്, നമ്മുടെ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ റീവയറിംഗ് ടൈപ്പാണ്. അതായത് അതിന് ഒരിക്കൽ കത്തിപ്പോയാലും നമുക്ക് വീണ്ടും വയറിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് അപകടം കൂടുതലാണ്. കാര്യം നമ്മൾ അതിന്റെ കറക്റ്റ് ഗേജ് അറിയാതെ, കറക്റ്റ് കനം അറിയാതെ എപ്പോഴെങ്കിലും കൂടുതൽ കനത്തിൽ വയറിംഗ് ചെയ്തിട്ടാൽ നമ്മുടെ ഇൻസ്റ്റലേഷനാണത്, നമ്മുടെ വയറിങ്ങിനായിരിക്കും നമുക്കത് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി MCB ആണെങ്കിൽ നോൺ റീവയറിംഗ് ടൈപ്പാണ്. അതിനകത്ത് റീവയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് റീവയർഡബിൾ അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് സെൻസ് ചെയ്യുന്ന ടൈപ്പാണ് അല്ലെ. ലോ കോസ്റ്റ് ആണ്. പിന്നെ മറ്റേതാണോ കമ്പാരിറ്റീവ്ലി, അതായത് ഫ്യൂസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈ കോസ്റ്റ് ആണ്. ഇനി നോട്ട് സെൻസിങ് ആണ്. ഫ്യൂസ് ഒരിക്കലും സെൻസ് ചെയ്യാത്തില്ല. കാരണം വരുമ്പോഴത്തേക്ക് അതവിടെ കത്തിയങ്ങ് പോകും. പക്ഷെ എന്താണ് MCB എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓവർലോഡ് വന്നാൽ അപ്പോഴേ അത് സെൻസ് ചെയ്ത് ട്രിപ്പ് ആവും, കട്ടാവും. ഇനി ആ ഫോൾട്ട് റെക്ടിഫൈ ചെയ്ത ശേഷം മാത്രമേ ആ MCBയെ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഏകദേശം ഫ്യൂസിന്റെ 6ാമത്തെ പാർട്ട് ഇവിടെ കഴിയുകയാണ്. ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.